വിനോദേ കൃഷിയിലാണല്ലോ. കൃഷിയിലാണല്ലോ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? 100-100 രൂപ കൊടുക്കാമെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടും. മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വല്ലതും കിട്ടുമല്ല. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു വിഷവും ഇല്ലാത്ത ഈ സാധനം കഴിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ. പിന്നെ മാർക്കറ്റ് ചെലവാകാതിരിക്കാണ് പച്ചക്കറി. അച്ഛാ, ഞാൻ സ്കൂളിൽ നിന്ന് അച്ഛനെ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ ഇതെവിടെ പോയി? ഞാൻ ട്യൂഷന് പോയതാ. നമ്മളൊക്കെ പഠിക്കുമ്പോലെ ട്യൂഷനാ വല്ലതുണ്ട്, വെറുതെ പൈസ കളയാനായിട്ട്. ഇതേതാണ് അച്ഛാ ഈ പുതിയ നെഗറ്റീവ്? അതിന്റെ പഴയ കൂട്ടുകാരാണ്. ഇപ്പൊ മനസ്സിലായി. 92-ലെ വട്ടുകളി കൂട്ടുകാരെ. അപ്പൊ ട്യൂഷനെ കുറിച്ചൊന്നും അറിയാൻ കാര്യമില്ല. നീ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പിള്ളേരോട് പറയാറുണ്ടല്ലേ? പൊട്ടൻ. പിള്ളേർ കളിയാക്കിയ പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പിന്നെ കൊള്ളാം. അച്ഛൻ എനിക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ 100 രൂപ വേണം. 100 രൂപയെ? കൊടുക്കടാ. എന്തിന്? അച്ഛാ കിഡ്നി മാറ്റി വെക്കാൻ. 100 രൂപ എവിടുന്നുണ്ട് കിഡ്നി മാറ്റി വെക്കാൻ പറ്റുന്നത്? എന്റെ ആരോപണ നീ കാര്യം എന്താന്ന് വെച്ചപ്പോ എന്റെ കൂട്ടുകാരന്റെ അച്ഛന് കിഡ്നി മാറ്റി വെക്കാനായിട്ട് 35 ലക്ഷം രൂപ വേണം. അതിന്റെ പിരിവാണ്. കിഡ്നി മാറ്റി വെക്കാൻ 35 ലക്ഷം രൂപയാ? ശരിയാണല്ലേ? ഈ 35 ലക്ഷം രൂപ എന്തിനാണ്? അച്ഛാ ഈ കിഡ്നി മാറ്റി വെക്കാനില്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നുമില്ല, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ചോദിക്കണ പൈസ കൊടുക്കേണ്ടി വരും. പണ്ടങ്ങാണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത് എന്നത് ഈ കിഡ്നി മാറ്റി വെക്കണത്. ഇപ്പൊ ഇല്ലെന്നാണ് നമ്മുടെ അറിവ്. എന്റെ വിനോദ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ എന്തെല്ലാം പ്രശ്നമാണ്. പൊതിച്ചോറ് പ്രശ്നം, സ്ഥലം കൈകേറ് പ്രശ്നം, പിന്നെ എല്ലായിടത്തും കുറെ കെട്ടിടങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനകത്താണെ ഒരു കോപ്പും ഇല്ല. സത്യത്തിൽ ഈ കൊടി വെക്കുന്നതും ബാനർ കെട്ടുന്നതും ഈ അന്നദാനം കൊടുക്കുന്നതും ഇതൊക്കെ എന്ത് പ്രശ്നം? സത്യത്തിൽ പ്രശ്നം എന്താണ്? ഇതുപോലുള്ള ഓപ്പറേഷൻ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള സജ്ജീകരണം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. ഇത് ചെയ്തിട്ട് പോരെ ഈ ഇതിന്റെയൊക്കെ പുറകെ പോകാൻ? സത്യം പറഞ്ഞാൽ എല്ലാരും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ അല്ലേ? പിന്നെ ഈ കൊടിയുടെയും ബാനറിന്റെയും പുറകെ പോകാതെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സജ്ജീകരണം ആദ്യം ഗവൺമെന്റ് ഉണ്ടാക്കുക. അത് ഏത് പാർട്ടിക്കാരായാലും ഏത് ഗവൺമെന്റ് ആയാലും അതല്ലേ ആദ്യം വരേണ്ടത്. എന്നിട്ട് മതിയല്ല ഈ പാർട്ടിയും കൊടിയും ബാനറും ഇതെല്ലാം അല്ലേ? അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതല്ലേ കറക്റ്റ്. പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്.